प्यारे बच्चों नमस्कार। आज हम श्री त्रिलोचन शास्त्री द्वारा लिखित दीप जलाओ नामक कविता के बारे में पढ़ेंगे। श्री त्रिलोचन शास्त्री का जन्म उत्तर प्रदेश में हुआ। त्रिलोचन शास्त्री का पूरा नाम वासुदेव सिंह था। दीप जलाओ त्रिलोचन की एक छोटी कविता है। इस कविता में कवि कहते हैं कि हम जीवन में छल, कपट, द्वेष, मलिनता, विद्वेष आदि छोड़कर रहे। इस जीवन में मलिनता, विद्वेष, छल आदि छोड़कर रहना चाहिए। ऐसा करने से हमारा जीवन पवित्र हो जाएगा। आगे कविता की ओर देखिए। दीप जलाओ। ദീപ് ജലാവോ ത്രിലോചൻ ശാസ്ത്രിയുടെ സുന്ദരമായ ഒരു കവിതയാണ്. ഈ കവിതയിൽ അദ്ദേഹം പറയുകയാണ്, ഈ ജീവിതത്തിൽ നമ്മൾ അഹങ്കാരം, അതേപോലെ മലിനത, ദ്വേഷം അല്ലെ വിദ്വേഷം, ഘൃണ, വെറുപ്പ് ഇവയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് സുന്ദരമായ ഒരു ജീവിതം നയിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാവും എന്നാണ് കവി പറയുന്നത്. कविता की ओर देखिए। दीप जलाओ। इस जीवन में रह न जाए मल, द्वेष, दंभ, अन्याय, घृणा, छल। चरण चरण चल गृह कर उज्ज्वल, गृह गृह की लक्ष्मी मुस्काओ। इस जीवन में न रह जाए, हमारे इस जीवन में मलिनता, मलिनता, द्वेष, विद्वेष, दंभ, अहंकार, अन्याय, अन्यायम, घृणा, വെറുപ്പ്, छल, ചതി ആദി ന രഹ്ജായേ അല്ല, നമ്മുടെ ഈ ജീവിതത്തിൽ ഒരിക്കലും എന്തുണ്ടാവാൻ പാടില്ല എന്നാണ് കവി പറയുന്നത്. മലിനത അല്ലെ, നമ്മുടെ മനസ്സൊരിക്കലും മലിനമാവരുത്. ദ്വേഷ് അല്ലെ, ആരോടും എന്താണ് ദ്വേഷം, വിദ്വേഷം വെച്ച് പുലർത്തരുത്. ദംഭ്, ഒന്നുകൊണ്ടും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. അന്യായ്, ന്യായമല്ലാത്ത ഒരു പ്രവൃത്തിയും ചെയ്യരുത്. ഘൃണ, വെറുപ്പ്, ആരോടും വെറുപ്പ് കാണിക്കരുത്. ചൽ, ചതി, കപടത അല്ലെ, ആരെയും ചതിക്കാൻ പാടില്ല. हमारा जीवन कैसे होना चाहिए? मलिनता, विद्वेष, दंभ, अन्याय, घृणा, छल आदि से मुक्त होना चाहिए. चरण चरण चल गृह कर उज्ज्वल, गृह गृह की लक्ष्मी मुस्काओ. चरण चरण, हमें हर चरणों में अर्थात हम अच्छे आदर्शों को लेकर चलकर हमारे घर को उज्जवल बनाना चाहिए. हमें क्या करना चाहिए? अच्छे लक्ष्य से चलकर, अच्छे उद्देश्य से चलकर हमारे घर को ഉജ്ജ്വൽ बनाना चाहिए. നല്ല ലക്ഷ്യത്തോടുകൂടി നല്ല കാൽവെപ്പുകളോടുകൂടി നടന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീടിനെ ഉജ്ജ്വലമാക്കണം. ഗൃഹ ഗൃഹ കി ലക്ഷ്മി മുസ്കാവോ. ഗൃഹ ഗൃഹ കി അല്ലേ, ഹരേക്ക് ഘർ കി ലക്ഷ്മി കോ മുസ്കാവോ. ഓരോ വീട്ടിലെ ലക്ഷ്മിയെയും നമ്മൾ ചിരിപ്പിക്കണം. അർത്ഥാത് ലക്ഷ്മി ധൻ കാ ദേവത ഹേ. അപ്പോൾ ധനത്തിൻ്റെ ദൈവമായിട്ടാണ്, ദേവതയായിട്ടാണ് ആരറിയപ്പെടുന്നത്? ലക്ഷ്മി ദേവി അറിയപ്പെടുന്നത്. അർത്ഥാത് ഘർ ഘർ കാ ഐശ്വര്യ ബഠായേ അല്ലേ, വീടുകളുടെ ഐശ്വര്യം നമ്മൾ എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. एक बार भी सुनिए। इस जीवन में रह न जाए मल, द्वेष, दंभ, अन्याय, घृणा, छल. चरण चरण चल गृह कर उज्ज्वल, गृह गृह की लक्ष्मी मुस्काओ.
कवि कहते हैं या कवि हमें यह उपदेश देते हैं कि हमें इस जीवन में मलिनता, विद्वेष, दंभ, अन्याय, घृणा, छल आदि न रह जाए। चरण चरण चल गृह कर उज्ज्वल, अच्छे चरणों से या पवित्र चरणों से चलकर हमारे घर को उज्जवल बनाओ। गृह गृह की लक्ष्मी मुस्काओ, ऐसा होने से या अच्छे चरणों पर चलने पर हमारे घर की ലക്ഷ്മി മുസ്കായെ അർത്ഥാത് ഐശ്വര്യം ബഡ് ജായേ അല്ലേ. അങ്ങനെ ആയാൽ നമ്മളുടെ വീടിൻ്റെ ഐശ്വര്യം എന്താവും? വർദ്ധിക്കും അല്ലേ. ഗൃഹ ഗൃഹ കി ലക്ഷ്മി മുസ്കാവോ, ഇസ്സെ ക്യാ താത്പര്യ ഹേ? എന്താണ് വീടുകളിലെ ലക്ഷ്മിയെ ചിരിപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഘർ കാ ഐശ്വര്യ ബഡ്ഢാന ഹേ അല്ലെ, വീടിൻ്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ അവിടെ എന്ത് വേണം? ധനം വേണം. ധനം കൂടാതെ സന്തോഷവും സംതൃപ്തിയും അല്ലേ, രോഗമില്ലാത്ത ഒരു ജീവിതവും ഒക്കെ ഉണ്ടായിരുന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം എന്താവൂ? ഐശ്വര്യപൂർണ്ണമാവൂ അല്ലേ. അങ്ങനെ ഐശ്വര്യപൂർണ്ണമാവണമെങ്കിൽ നമ്മളുടെ മനസ്സിൽ എന്തുണ്ടാവാൻ പാടില്ല? കപടത, വിദ്വേഷ, അഹങ്കാർ आदि धोखा अले आदि न होना चाहिए। आज मुक्त कर मन के बंधन, करो ज्योति का जय का वंदन। स्नेह अतुल धने, धन्य यह भुवने, बनकर स्नेह गीत लहराओ। ले आज मुक्त कर मन के बंधन, करो ज्योति का जय का वंदन। आज हमें क्या करना है? मन के बंधन से मुक्त होकर अल्ले, हमारे मन अनेक बंधनों से होते हैं अल्ले, हमारे मन में अनेक बंधन होते हैं अल्ले, നമ്മുടെ മനസ്സ് എന്താണ്? അനേക ബന്ധനങ്ങളാലെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് എന്താ പറയുന്നത്? ആജ് മുക്ത് കർ മൻ കെ ബന്ധൻ അല്ലേ, ആജ് മൻ കെ ബന്ധൻ സെ മുക്ത് ഹോക്കർ കരോ ജ്യോതി കാ ജയ് കാ വന്ദൻ, ഹമാരെ ദേശ് കാ വിജയ ജ്യോതി കാ വന്ദൻ കരോ അല്ലേ. ഇന്ന് നമ്മളെ നമ്മുടെ മനസ്സിനെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ടേ അല്ലേ നമ്മുടെ ദേശത്തിൻ്റെ വിജയജ്യോതിയെ വന്ദിക്കണം. സ്നേഹ അതുല്യ ധൻ अल्ले, इस संसार का सबसे बड़ा धन क्या है? स्नेह है। धन्य यह भुवन बनकर गीत लहराओ अल्ले, हमारा यह जगत बहुत धन्य है क्योंकि हम सबके बीच में स्नेह है अल्ले, यहाँ स्नेह गीत लहराओ। हमें क्या करना चाहिए? हमारे देश में स्नेह गीत लहराना चाहिए। आगे एक पर भी देखिए, आज मुक्त कर मन के बंधन, करो ज्योति का जय का वंदन। स्नेह अतुल धने, धन्य यह भुवने, बनकर स्नेह गीत लहराओ। हमें आज क्या करना चाहिए? आज मन के बंधन से मुक्त होकर देश का विजय ज्योति की वंदना करना चाहिए। स्नेह अतुल धन, हमारे देश का सबसे बड़ा धन है स्नेह। धन्य यह भुवन, यह संसार बहुत धन्य है, बनकर स्नेह गीत लहराओ। इसलिए हमें स्नेह के साथ रहकर इस संसार में स्नेह गीत लहराना चाहिए। आगे देखिए, कर्मयोग कल तक के भूलो, जीवन सुमन सुरभि पर फूलो। छवि छवि छूलो, सुख से जोलो, जीवन की नव छवि बरसाओ। कर्मयोग कल तक के भूलो, आज हमें क्या करना चाहिए? कल तक के जो कर्मयोग है इसे भूलो അല്ലെ. ഇന്നലെ വരെ ഉണ്ടായിരുന്ന കർമ്മയോഗം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? മറക്കുക. ജീവൻ സുമൻ സുരഭി पर फूलो, आज से हमारे जीवन में जीवन सुगंधित फूल के समान होना चाहिए। फूल की विशेषता क्या है? फूल सबको सुगंध देते हैं അല്ലേ. പുഷ്പം എന്താ ചെയ്യുന്നത്? എല്ലാവർക്കും സുഗന്ധം പകരുന്നു.
ഇനി അതിന് പ്രതിഫലമായിട്ട് മറ്റൊന്നും ആഗ്രഹിക്കാതെയാണ് എന്ത് ചെയ്യുന്നത്, ലോകത്തിലെ മറ്റുള്ളവർക്ക് സുഗന്ധം പകരുന്നത്. इसलिए हमारा जीवन भी फूल के समान होना चाहिए, सुगंधित फूल के समान होना चाहिए. छवि छवि छू लो, सुख से जो लो. इस संसार में जो सुंदरता है उसे छूकर പ്രാപ്ത് കരോ. ഈ ലോകത്തിലെ ധാരാളം സൗന്ദര്യമുണ്ട്, അതിനെ എന്തറിയുക, തൊട്ടറിയുക. ले सुख से जो लो, जीवन की नव छवि बरसाओ. ले सुख के साथ जियो और जीवन में नई शोभा बरसाओ. അങ്ങനെ ജീവിതത്തിൽ എന്ത് ചെയ്യുക, പുതിയ സൗന്ദര്യം വർഷിക്കുക. एक बार भी सुनो. कर्मयोग कल तक के भूलो, जीवन सुमन सुरभि पर फूलो. छवि छवि छूलो, सुख से जोलो, जीवन की नव छवि बरसाओ. कवि हमें यह उपदेश देते हैं कि कल तक के कर्मयोग को भूलो. कर्मयोग कल तक के भूलो. हमें क्या करना चाहिए, कल तक हमारा जो कर्मयोग है इसे भूल कर रहना चाहिए. जीवन सुमन सुरभि पर फूलो. हमारा जीवन किसके समान है, सुगंधित फूल के समान है. छवि छवि छू लो, सुख से जो लो. इस संसार में जो सुंदरता है उसे छू कर प्राप्त करो. सुख से जियो. इसके बाद सुख के साथ जियो. जीवन की नव छवि बरसाओ. जीवन में नई शोभा बरसाओ. ये अनंत के लघु लघु तारे, दुर्बल अपनी ज्योति पसारे. अंधकार से कभी न हारे, प्रति मन वही लगन सरसाओ. ये आनंद के लघु लघु तारे. आनंद आकाश में अनेक छोटे छोटे नक्षत्र होते हैं. तो ये आकाश से अनंत है. यह अनंत आकाश में बहुत तारे होते हैं. അനന്തമായ ആകാശത്തിലെ ധാരാളം നക്ഷത്രങ്ങളുണ്ട്. दुर्बल अपनी ज्योति पसारे. ये नक्षत्रों की शोभा सूर्य और चंद्र की तुलना करते समय बहुत छोटा है. ये नक्षत्रों का प्रकाश से बहुत छोटा है. ये अपनी ജ്യോതി सबकहीं പസാർനെ में दुर्बल है. ഈ നക്ഷത്രങ്ങൾ എന്താണ്, അവരുടെ ജ്യോതി, അവരുടെ പ്രകാശം എല്ലായിടത്തും വ്യാപിപ്പിക്കാൻ എന്താണ്, അസമർത്ഥരാണ്. अंधकार से कभी न हारे, फिर भी वे अंधकार से कभी नहीं हारते हैं. प्रति मन वही लगन सरसाओ. इसलिए हमें भी किसके समान होना चाहिए, आकाश में अनेक छोटे छोटे नक्षत्र हैं. ये नक्षत्र स्वयं प्रकाश फैलाते हैं. सबका ही प्रकाश पसारने में वे असमर्थ हैं, फिर भी वे अपने प्रकाश से चारों ओर फैलाते हैं. उसी प्रकार हमें भी क्या करना चाहिए, हमें जो कुछ करना है, हमें जो कुछ अच्छा कार्य करना है ये करके चारों ओर हमारा प्रकाश फैलाना है. इतना ही यह ദീപ് ജലാവോ നാമക്ക് കവിത. അപ്പോൾ ഈ കവിതയിലൂടെ കവി പറയുന്നത് എന്താണ്, നമ്മൾ ഈ ജീവിതത്തിൽ ഒരിക്കലും എന്താണ് മലിനത, വിദ്വേഷം, അഹങ്കാരം, വെറുപ്പ് ഇവയൊന്നും വച്ച് പുലർത്തരുത്. മറിച്ച് നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം, ഈ ലോകത്തെ സേവിച്ചുകൊണ്ട്, മനുഷ്യരെ സേവിച്ചുകൊണ്ട്, ഈ ലോകത്തിലുള്ള മനുഷ്യർക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നമ്മളെ പ്രകാശിച്ചുകൊണ്ട്, ചെറിയ നക്ഷത്രത്തെ പോലെ പ്രകാശിച്ചുകൊണ്ട് ജീവിക്കാനാണ് കവി കവിതയിലൂടെ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. അപ്പോൾ ഈ കവിത നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. ധന്യവാദം.